പ്രൊഫഷണൽ ഫൈറ്റേഴ്സ് ഒക്കെ നിൽക്കുന്നത് കഴുത്തിച്ചിരി താഴോട്ടാണ്. അതിന്റെ രണ്ട് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ചിന്നൊന്ന് സ്റ്റേബിൾ ആവും, പിന്നെ ത്രോട്ട് പ്രൊട്ടക്ട് ചെയ്യും. സാധാരണ ഫൈറ്റിംഗ് പഠിക്കാത്ത ആൾക്കാർ, അതായത് സ്ട്രീറ്റ് ഫൈറ്റിംഗിൽ ചെയ്യുന്ന മിക്കവരും ഫൈറ്റ് പഠിക്കാത്ത ആൾക്കാരാണ്. അവര് ത്രോട്ട് ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്തൊന്നും നിൽക്കില്ല, അവർ ഇച്ചിരി സ്ട്രെയിറ്റ് ആയിട്ടാണ് നിൽക്കും. അപ്പൊ ത്രോട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലം ഓപ്പൺ ആയിരിക്കും. അപ്പൊ ത്രോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും അടിക്കാൻ എളുപ്പം എന്ന് പറയുന്നത് പൊതുവെ വെബ് ഹാൻഡ് എന്ന് പറയും. അതായത് നമ്മുടെ ഈ രണ്ട് ഫിംഗറിന്റെ ഇടയ്ക്കുള്ള ഈ പോർഷൻ ത്രോട്ടിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് കയറും. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കൈ വേറെ നമ്മുടെ ഒരു പാർട്ണറിന്റെ കൈ വെച്ചിട്ട് ഇതാണ് നമ്മൾ ചെയ്യാം. ഇത് ഞാൻ അതിന്റെ സ്ലോ കാണിക്കുവാണ്. ശരിക്കും ഒരു റിയൽ ടൈം ഫൈറ്റ് വരുമ്പോൾ നമ്മളിങ്ങനെ സർപ്രൈസ് അറ്റാക്ക് എന്ന് പറയാം. ഇതാണ് സർപ്രൈസ് ആയിട്ട് അറ്റാക്ക് ചെയ്യുക, മനസ്സിലായി? അല്ലാതെ നമ്മ ഇങ്ങനെ നോക്കി പിടിച്ച് അതേ അടിക്കണം എന്ന് വെച്ചോണ്ട് പോകരുത്. ഇങ്ങനൊരു സാഹചര്യം വന്നു, ആ സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ഒരു അടി അടിച്ചു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായി.